നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ജൂൺ 6 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ് UG ഫലം വന്നു, ഇനി എന്ത്? IISTയിൽ BTech പഠിക്കാം. ജോസ അലോട്ട്മെൻറ്റ് ഈ മാസം 10 മുതൽ. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് നീറ്റ് UG ഫലം വന്നു, ഇനി എന്ത്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് UG ഫലം പ്രഖ്യാപിച്ചപ്പോൾ 4750 കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയ 23,33,297 വിദ്യാർത്ഥികളുടെ പ്രകടനമാണ് പരിഗണിച്ചത്. നീറ്റിൽ നിശ്ചിത പേഴ്സൻറ്റേൽ സ്കോറെങ്കിലും ഉണ്ടെങ്കിലേ പ്രവേശനത്തിന് അർഹതയുള്ളൂ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ദേശീയ തലത്തിൽ MBBS, BDS, BSc ഓണേഴ്സ് നഴ്സിംഗ് പ്രവേശനത്തിന് പൊതുവായ കൗൺസിലിംഗ് നടത്തും. ഇനി കൗൺസിലിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം MCC കൗൺസിലിങ്ങിലെ ഓരോ റൗണ്ടിലും ഓരോ കോഴ്സിലും MBBS, BDS, BSc ഓണേഴ്സ് നഴ്സിംഗ് ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും പല റൗണ്ടുകളിലും പ്രവേശനം കിട്ടിയ അവസാന റാങ്കുകാരെ സംബന്ധിച്ച വിവരങ്ങൾ MCC.nic.in എന്ന മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ സൈറ്റിലുണ്ട്. ഇനി രണ്ടാമത്തെ രീതിയിൽ സെലക്ഷൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ വർഷം പ്രവേശനം കിട്ടിയ കുട്ടികളുടെ അവസാന റാങ്കുകൾ നോക്കുന്നതാണ് മറ്റൊരു വഴി. ഫീസ് കുറവുള്ള മികച്ച സ്ഥാപനങ്ങൾ എന്ന സബ് ഹെഡിങ്ങോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. തീരെ കുറഞ്ഞ ഫീസ് നൽകി ഇന്ത്യയിലെ ഏത് പ്രദേശത്തും MBBS പഠിക്കാൻ ഓൾ ഇന്ത്യ കോട്ട ഉപകരിക്കും. കൂടാതെ ഇത്തവണ യോഗ്യത നേടിയ വിവിധ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, അവരുടെ പേഴ്സൻറ്റേൽ സ്കോറ്, മാർക്ക് റേഞ്ച് ഇവയെല്ലാം പ്രത്യേകം കോളം തിരിച്ച് പട്ടിക രൂപത്തിൽ ഇന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ MBBS, BDS അവസാനഘട്ട ഓൾ ഇന്ത്യ റാങ്ക് കോളം തിരിച്ച് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ MBBS, BDS കഴിഞ്ഞ വർഷത്തെ അവസാന സ്റ്റേറ്റ് റാങ്കുകൾ എത്രയാണെന്ന് തരംതിരിച്ചു കൊടുത്തിരിക്കുന്നു. നീറ്റ് പരീക്ഷ കഴിഞ്ഞ് ഫലം അറിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മലയാള മനോരമയുടെ ഈ വാർത്ത കൃത്യമായി വായിച്ചു മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു വാർത്ത പറഞ്ഞിരിക്കുന്നു: കേരള എൻട്രൻസിന് തുടക്കം, ഇന്നു മുതൽ ദുബായിലും പരീക്ഷ. കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്ക് തുടക്കമായി. ഇന്നലെ കേരളത്തിലും ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലുമായി 14,049 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ഇന്നു മുതൽ ദുബൈയിലും പരീക്ഷ ആരംഭിക്കും. ഇതേ വാർത്ത തന്നെ മലയാള മനോരമയിൽ പറഞ്ഞിരിക്കുന്ന അതേ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഹെഡിങ് ഇതാണ്: 13,16,268 പേർ യോഗ്യത നേടി. വിജയ ശതമാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം. 50ാം പേഴ്സൻറ്റേൽ കട്ട് ഓഫ് 164. 1ാം റാങ്ക് 67 പേർക്ക്. കൂടാതെ സബ് ഹെഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു: മാർക്ക് തോത് ഉയർന്നു, റാങ്കുകൾ താഴ്ന്നു. പേഴ്സൻറ്റേൽ സ്കോർ, സ്കോർ കാർഡ്, കൗൺസിലിംഗ് തുടങ്ങിയവയെ പറ്റിയുള്ള വിശദാംശങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ഇന്ന് മാതൃഭൂമി നീറ്റ് പരീക്ഷാ ഫലവുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം ചേർത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കേരള കൗമുദി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു വാർത്ത നീറ്റ് റിസൾട്ടിന് ശേഷം ചെയ്യേണ്ടത് എന്ന ഹെഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. നീറ്റ് മാർക്ക് CEE സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. നീറ്റ് റിസൾട്ട് വന്നതിനാൽ കേരളത്തിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വിജ്ഞാപനമനുസരിച്ച് വിദ്യാർത്ഥികൾ അവരുടെ നീറ്റ് മാർക്ക് റാങ്കും www.ce.kerala.gov.in എന്ന സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. കർണാടകയിൽ കർണാടക എക്സാമിനേഷൻസ് അതോറിറ്റി, പുതുച്ചേരിയിൽ സെൻഡാക്, തമിഴ്നാട്ടിൽ TN ഹെൽത്ത് എന്നിവയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അവിടങ്ങളിൽ അഡ്മിഷൻ ശ്രമിച്ചവർ അതാത് വെബ്സൈറ്റുകൾ പരിശോധിക്കുക. കൂടാതെ പറഞ്ഞിരിക്കുന്നു അഖിലേന്ത്യാ പ്രവേശനത്തെ പറ്റി വിശദാംശങ്ങൾ കൊടുത്തിരിക്കുന്നു. ഡീംഡ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനത്തെ പറ്റി വിശദാംശങ്ങളുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ, ആയുഷ് അഡ്മിഷൻ തുടങ്ങിയവയെ പറ്റിയെല്ലാം കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ജന്മഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ IISTയിൽ BTechന് അവസരം. ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക പഠനത്തിന് തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മികച്ച അവസരം. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ
ഇവിടെ 2024-25 വർഷത്തെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം. ബിടെക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് 72 സീറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 72 സീറ്റ് തുടങ്ങിയ വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉൾപ്പെടെ 5 വിഷയങ്ങൾക്ക് മൊത്തം 75% മാർക്കോടെ +2 പാസ്സായതും JEE അഡ്വാൻസ്ഡ് 2024 സ്കോർ അടിസ്ഥാനത്തിലുമാണ് പ്രവേശനം. പ്രവേശന വിജ്ഞാപനം ഇൻഫർമേഷൻ ബ്രോഷർ admissions.iist.ac.in ലഭിക്കും. ഓൺലൈനായി ജൂൺ 14 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ugadmissions@iist.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ദേശാഭിമാനി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ ജോയിൻ സീറ്റ് അലോക്കേഷൻ, അതായത് ജോസ അലോട്ട്മെൻറ്റ് ഈ മാസം 10 മുതൽ. JEE അഡ്വാൻസ് ഫലം 9-ന് പ്രസിദ്ധീകരിക്കും. തുടർന്ന് ഇതിൽ യോഗ്യത നേടുന്നവർക്ക് IIT BArc പ്രവേശനത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ 12-ന് നടക്കുന്ന ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. JEE മെയിൻ അഡ്വാൻസ്ഡ് 2024 റാങ്ക് പട്ടികയുടെ അടിസ്ഥാനത്തിലുള്ള അലോട്ട്മെൻറ്റ് സമയക്രമം ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി ജോസ പ്രഖ്യാപിച്ചു. IIT, NIT എന്നിവ ഉൾപ്പെടെ 114 സ്ഥാപനങ്ങളിലെ BTech, BE, BArc, B പ്ലാനിംഗ്, 5 വർഷ MTech, MSc, 4 വർഷ BSc പ്രോഗ്രാം എന്നിവയ്ക്കുള്ള കൗൺസിലിംഗ്, ചോയ്സ് ഫില്ലിംഗ് നടപടികൾ ജൂൺ 10-ന് വൈകിട്ട് 5-ന് ആരംഭിക്കും. ഇതോടെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.